ആക്ഷൻ സമിതി രൂപീകരിച്ചിട്ടുണ്ടല്ലോ, ആ ആക്ഷൻ സമിതി രൂപീകരിക്കുന്ന കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആക്ഷൻ സമിതി അംഗങ്ങൾ, അതായത് നൗഷാദ് തക്കീർ ഉൾപ്പെടെയുള്ള ആളുകളെ നിങ്ങൾക്ക് നേരത്തെ അറിയുമോ? അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? നൗഷാദ് തക്കീറിന് ഓരോന്നും മുന്നേ അറിയില്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം തുടങ്ങിയത് മുതൽ അറിയാം. അതായത് ഈ ആക്ഷൻ കമ്മിറ്റി നമ്മൾ പൂർണ്ണ തോതിൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഇത് വന്ന രണ്ടാമത്തെ ദിവസം മുതൽ ഇവർ കോഴിക്കോട് കലക്ടറേറ്റിൽ അങ്ങനെയുള്ള പല സ്ഥലത്തും ഇവരെന്താക്കിക്കണ് അർജുന് ഐക്യദാർഢ്യം നമ്മളെ വാഹന അപകടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നമ്മളെ ഒരു ഡ്രൈവറെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരാണ് എന്താക്കിയത് മുന്നിട്ടിറങ്ങിയത്. ഈ ആളുകൾ ആ രൂപത്തിൽ പല വിഭാഗമായി നിന്നതിനെ നമ്മളെല്ലാവരും കൂടി പിന്നീട് ഇത് കിട്ടാതെ അനന്തമായി ഇങ്ങനെ പോകുന്ന സാഹചര്യം വന്നപ്പം ഇതേ ആളുകളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് കൂടി ഒരു വലിയൊരു രൂപത്തിൽ നമ്മളെന്താക്കി എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടത്തി ഇവരെ ഒരു കമ്മിറ്റിയായി ഫോം ചെയ്ത് ആ കമ്മിറ്റിയിൽ എല്ലാ വിഭാഗ ആളുകളുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ട്രേഡ് യൂണിയൻ്റെ ആളുകളുണ്ട്. പറഞ്ഞതാണ് ആ ഒരു മീറ്റിങ്ങിന് അന്നാണ് 41 എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വരാൻ പറ്റൂല എന്നുള്ളത് പറഞ്ഞ് അപ്പം നമ്മൾ ആ ഡേറ്റിലേക്ക് എല്ലാവരും വന്നു പോയിന്. അപ്പം അത് അറിയിച്ചതാ, ഒക്കെ അറിയിച്ചതിന് ശേഷമാണ് ചെയ്തത്. അന്ന് അവർക്ക് വരാൻ കഴിയൂല എന്ന് പറഞ്ഞ് അന്ന് നമ്മൾ മീറ്റിംഗ് കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ജിതിനും വേറൊരു ഫാമിലിയിലെ വേറൊരു മെമ്പറും കൂടിയും നമ്മളെ ഭാഗത്ത് ഞാൻ മാത്രമേ മെമ്പറുള്ളൂ, മുബീൻ ഇല്ല. അത് മുഖ്യമന്ത്രിന്റെ അടുത്തത് നമ്മളാ കയറേണ്ടി, മുഖ്യമന്ത്രിന്റെ ഡോറിലേക്ക്. അപ്പോഴാണ് ഇതാണ്. അതിന് മുമ്പേ ഞാൻ അവനെ വിളിച്ചിന് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ പിന്നെ ഒരു 2000 രൂപ ഞാൻ കൊടുത്തു എന്നുള്ള, അത് ഞാൻ കൊടുത്തു എന്തോന്ന് അവൻ പറഞ്ഞതാണ് അടുത്തൊരു അലിഗേഷന്. അതായത് നമ്മളൊരു ആത്മീയ നേതാവ്, നമുക്കൊരു ആത്മീയ ഗുരു എൻ്റെ വീട്ടിൽ വന്ന് അർജുൻ്റെ വീടൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ ഒരു ഉസ്താദിനെ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ്. ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല കൊടുത്തത്. അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രേ ഉള്ളൂ, അതിന് കണ്ടാൽ മതി. നമ്മളൊരു പ്രായമുള്ള ആളുകൾ, നമുക്കൊരു ഉസ്താദാണ്, അവർക്കൊരു അപ്പൂപ്പനായിട്ട് കണ്ടാൽ മതി. ആ അപ്പൂപ്പന് മോൻക്ക് ഒരു പോക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അത് നമ്മളെ കോഴിക്കോട് മലബാറിൻ്റെ ഒരു ഇതാണ്, ആ ഒരു മാമൂല. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനൊന്നും ഇത്ര ഇതാവേണ്ട ആവശ്യമില്ല. ഞാൻ അതൊന്നും അറിയില്ല. അല്ല അങ്ങനെയല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ ആര് ചെയ്തു എന്നുള്ളത് അന്വേഷിച്ചോളി. ഞാൻ എന്തായാലും ഒന്നും അങ്ങനത്തെ എന്തൊക്കെ പ്രചരിപ്പിച്ചിക്കണ്. അപ്പൊ അങ്ങനെ ഇത് മാത്രം ഒരു ഫോക്കസ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഭയങ്കര ഇത് പോണത് വേറെ ഏതോ റൂട്ടിലേക്കാണെന്നുള്ളതിനോടാണ് നമ്മളെ ഫാമിലി ഇവിടെ കൂടിയത്. ഇതൊരു വേറെ റൂട്ടിലേക്ക് പോണത് ഇത് അവസാനിപ്പിക്കണം. അതായത് നിങ്ങൾ ഇതിനെ എന്താണ് അത് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഉസ്താദ് അവരെ വീട്ടിൽ പോയതിനെ നിങ്ങൾ എന്താക്കരുത്. ഇത് അതും നമ്മളെ ഫാമിലിയാണ്, ഈ പിന്നിലുള്ളതും നമ്മളെ ഫാമിലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ നിർത്തി. അതെ അതെ, സമൂഹ മാധ്യമങ്ങളിലുണ്ടല്ലോ വലിയ തരത്തിലുള്ള അക്രമങ്ങൾ, സൈബർ അതിക്രമം തന്നെയാണ്. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ദിവസങ്ങളിൽ 2 പ്രാവശ്യം ഞാൻ ഇറങ്ങി ചെന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ദയവ് ചെയ്തിട്ട് ഈ കമൻസ് ഇടണം. ഇത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രം പവർ എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല. എല്ലാം എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം എന്തിനാ? ഈ പത്രസമ്മേളനത്തിൻ്റെ അവസാനം കൺക്ലൂഷൻ എന്താണ്? അതിലേക്ക് വരുമല്ലോ, വെയിറ്റ് ചെയ്യും. അത് ഒരു പറയും, എനിക്ക് ഒരു 5 പൈസ വാങ്ങിയിട്ടില്ല. ഒരു പറയണത് ആ ഒരു എന്താണ് ഓല ഗ്രൂപ്പിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരും 250-300 റുപ്യ ഇങ്ങനെ ഷെയർ ഇട്ടതാണ്, ചെലവിനിട്ടതാണ് ഇപ്പം ഈ പ്രശ്നം.